കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ കയ്യാങ്കളിയിൽ 2 പോലീസുകാർക്കെതിരെ നടപടി. സിവിൽ പോലീസ് ഓഫീസേഴ്സായ സുധീഷ്, ബോസ്കോ എന്നിവരെയാണ് കോട്ടയം SP അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കെ കാർത്തിക്കിൻ്റെ നടപടി അനുസരിച്ച് 2 പോലീസുകാരും പുറത്തായി. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇവരുടെ സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ ഒരാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 പോലീസുകാരെയും സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി കോട്ടയം SP സസ്പെൻഡ് ചെയ്തു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ തരും. ടോബി, എന്ത് കാരണം പറഞ്ഞാലാണ് ഈ CPOമാർ തമ്മിൽ ഏറ്റുമുട്ടിയത്? ഒരാളുടെ തല നന്നായി പരിക്കേറ്റുവെന്നും വാർത്തയുണ്ടല്ലോ, വിവരങ്ങൾ. SKN ഒരു ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ തർക്കം ഇരുവർക്കുമിടയിൽ നടക്കുന്നുണ്ട്. ഈ സുധീഷ്, ബോസ്കോ എന്ന് പറയുന്ന 2 CPOമാർക്ക് ഇടയിലും ഈ ഒരു തർക്കമുണ്ട്. ഈ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്ക് പാർക്ക് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ ഒരു കയ്യാങ്കളിയിൽ കലാശിച്ചത്. ഒരുപക്ഷെ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഈ 2 പോലീസുകാരുടെയും ഭാഗത്തു നിന്നും വന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ഇവർ തമ്മിൽ ഈ വാക്കുതർക്കമുണ്ടായത്. തുടർന്ന് അപ്രതീക്ഷിതമായി അത് കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു. ഈ ഉന്തിലും തള്ളിനും ഇടയിൽ ഒരാളുടെ തല, സുധീഷിന്റെ തല, ഈ ജനലിന്റെ ചില്ലിലിടിക്കുകയും പരിക്കേൽക്കുകയുമായിരുന്നു. ഉടൻ തന്നെ സുധീഷ് SIയുടെ മുറിയിലേക്ക് പോയി പരാതി പറയുകയും തുടർന്ന് ബഹളം വെച്ചുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു. അങ്ങനെ പുറത്തേക്ക് വന്ന സുധീഷിനെ പിന്നാലെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ അനുനയിപ്പിച്ച് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും സേനയ്ക്ക് തന്നെ നാണക്കേടായ ഈ സംഭവത്തിൽ ഉടനടി ജില്ലാ പോലീസ് മേധാവി പ്രാഥമിക അന്വേഷണം നടത്തി ഈ 2 പേരെയും അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. DYSPയോട്, ചങ്ങനാശ്ശേരി DYSPയോട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കെ കാർത്തിക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. SKN. ഓക്കെ ടോബി ജോൺസൺ, താങ്ക് യു. അഫ്സൽ പറയുന്നു 24 എന്തായാലും ഈ കാസർഗോട്ടെ ആ വീട്ടമ്മയുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ വീട്ടമ്മയ്ക്ക് അനുകൂലമായി ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ അവരോടൊപ്പം നമ്മൾ ഉണ്ടാകും.